ചില കർഷക സുഹൃത്തുക്കൾക്ക് ചെറിയൊരു സംശയം. നമ്മൾ അക്ഷയ സൂപ്പർ സ്ലറിയിൽ ഗോമൂത്രം ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു സംശയം, എങ്ങനെയാണ് നമ്മൾ ഗോമൂത്രം കളക്ട് ചെയ്യുന്നത്, അത് നമ്മൾ വെറുതെ പറയുന്നതല്ലേ എന്നുള്ള ഒരു സംശയം പലർക്കും ഉണ്ട്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഗോമൂത്രം കളക്ട് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ തൊഴുത്ത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഗോമൂത്രം വന്ന് ചാടാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ ബോക്സ് ആക്കിയിട്ടുണ്ട്. ഈ ജംഗ്ഷൻ ബോക്സിൽ വന്ന് വീഴുന്ന ഗോമൂത്രം നേരെ ഇതിനടിയിൽ കൂടെ പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഈ പൈപ്പ് ഇവിടെ ചാക്കിരിക്കുന്നതുകൊണ്ടാണ് കാണാത്തത്. ഇതിനടിയിൽ കൂടി നേരെ വന്ന് ഇതിലെ കണ്ടോ, ഈ പൈപ്പ് കണ്ടോ, ഇതിലേ കൂടി നേരെ അവിടെ വേറൊരു വലിയ ടാങ്കുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ തൊഴുത്ത് 2-3 സെക്ഷനായിട്ടാണ്. അത് നമ്മുടെ കറവ പശുക്കൾ കിട്ടുന്ന തൊഴുത്താണ്. ഇത് നമ്മുടെ കുട്ടികളെ കെട്ടുന്ന തൊഴുത്ത്, അതുപോലെ നമ്മുടെ വെച്ചൂർ പശുവിനെ കെട്ടുന്ന തൊഴുത്തുമാണിത്. ഇത് നമ്മുടെ പ്രസവിക്കാൻ ആയിട്ടുള്ള ഗർഭിണി പശുക്കളെ, അതുപോലെ ചെറിയ കിടാങ്ങളെ ഒക്കെ കിട്ടുന്നതാണ്. ഈ പശുവും ഈ 2 പശുക്കൾ നമ്മുടെ ചെനപ്പുറത്തുള്ള പശുക്കളാണ്. അതിൽ ആദ്യം കണ്ട പശു വലിയ താമസമില്ലാതെ പ്രസവിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ആ പൈപ്പ് കണ്ടോ, ആ പൈപ്പ് അതിലേ ഇങ്ങനെ വന്ന് ഇതിലേ കൂടെ വന്ന് ഇതിലേ വന്ന് ഇതുവഴി വന്ന് ഇതിലേ വന്ന് ഇവിടെ വീണ്ടും ഒരു ജംഗ്ഷൻ ബോക്സാണ്. ഈ ജംഗ്ഷൻ ബോക്സിൽ ഇവിടെ വീഴുന്നതാണല്ലോ, ഇവിടെ വീഴും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ഒരു ബക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോമൂത്രം ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ ആവശ്യമുള്ളത് കളക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഗോമൂത്രം ഈ ജംഗ്ഷൻ ബോക്സ്, ഇതും ഒരു ജംഗ്ഷൻ ബോക്സാണ്. ഈ ജംഗ്ഷൻ ബോക്സ് ഇടയ്ക്കിടയ്ക്ക് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ കച്ചി, അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് അടയാതിരിക്കാൻ വേണ്ടിയാണ് ഈ ജംഗ്ഷൻ ബോക്സ് വെച്ച്. ഇപ്പോൾ ഇതിനകത്ത് 2 ദിവസം മുമ്പ് എല്ലാം കച്ചറകളൊക്കെ വന്ന് നിറഞ്ഞ് കുറച്ച് അടിഞ്ഞിരുന്നതാണ്, ഞാനെല്ലാം വാരിക്കളഞ്ഞതാണ്. അപ്പോൾ അതിലേക്കൂടെ ഇതിപ്പോൾ നമ്മുടെ ടാങ്ക് നിറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് കാണുന്നത്. ഇതിൽ കൂടി വന്ന് ഈ പൈപ്പിൽ കൂടി നേരെ എന്താവും, ഇത് ടാങ്കാണ്. ഇത് വലിയ ഒരു 20,000-25,000 ലിറ്റർ കൊള്ളുന്ന വലിയ ടാങ്കാണ്. ഈ ടാങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളം, അതുപോലെ ഗോമൂത്രം, നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ഗോമൂത്രം, ഇതൊക്കെ വന്ന് സ്റ്റോർ ആവുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ കൃഷികൾക്ക്, നമ്മുടെ തെങ്ങ്, കമുക്, അതുപോലെ വാഴ തുടങ്ങിയ കൃഷികൾക്ക് നമ്മൾ ഈ ബേസിക്കായിട്ടുള്ള ഈ വെള്ളമാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഗോമൂത്രം കളക്ട് ചെയ്യുന്നത്. അപ്പം എല്ലാവരുടെയും സംശയങ്ങൾ മാറിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമ്മൾ കൃത്യമായിട്ട് എന്താണോ പറയുന്നത് ആ കാര്യങ്ങൾ നമ്മൾ കൃത്യമായി ചെയ്യാറുണ്ട്. എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ നമ്മൾ പറയാറുള്ളൂ. ഓക്കെ, താങ്ക് യു.